Hi, dear students and friends. Today we can learn 10 good words that can make your sentences powerful. പൊതുവെ നമ്മൾ സാധാരണ എഴുതുന്ന എഴുത്തിൽ നിന്ന് ഒരു ലെവൽ ഹയറായ ഒരു ടൈപ്പ് സെൻറ്റൻസുകൾ എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ സെൻറ്റൻസിന് ഭംഗിയും അതേസമയം അതോടൊപ്പം തന്നെ നല്ല പവറും കൊണ്ടുവരാൻ സാധിക്കും. IELTS അതുപോലെ IAS മുതലായ എസ്സേകളിലൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല വൊക്കാബുലറിയുടെ ഒരു ലിസ്റ്റിൽ നിന്നും ഒരു 10 എണ്ണം തിരഞ്ഞെടുത്ത് അതാണ് ഞാനിന്ന് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്, നിങ്ങളോടൊപ്പം ഷെയർ ചെയ്ത് നമുക്ക് പഠിക്കുവാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കുകയാണ്. ഓക്കെ, in my list the first one is milestone. ഇപ്പോൾ milestone means a very important event. അപ്പം നമുക്ക് പൊതുവെ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു ജോബ് കിട്ടി, ഗൂഗിളിൽ നിന്നൊരു ജോബ് കിട്ടി, അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമായിരുന്നു. ഐ ഗോട്ട് എ ജോബ് ഫ്രം ഗൂഗിൾ, ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ മൈ ലൈഫ്. അപ്പം അത്രയും പറയുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് the job offer from Google was a milestone in his career. കണ്ടോ? അപ്പോൾ അതിന് വലിയൊരു മാറ്റം വരുന്നുണ്ട്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് കാര്യവും നമുക്ക് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയണം, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇൻഡിപെൻഡൻസ് ഡേ ഒരു മൈൽ സ്റ്റോൺ ആണ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ദ ഇൻഡിപെൻഡൻസ് ഡേ ഈസ് എ മൈൽ സ്റ്റോൺ. സോ മെനി തിങ്സ്. ദ ജോബ് വാസ് എ മൈൽ സ്റ്റോൺ ഇൻ ഹീസ് ലൈഫ്. ഓക്കെ, അങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ, വെരി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് ഇമ്പോർട്ടൻറ്റിന് പകരം മൈൽ സ്റ്റോൺ എന്ന പഞ്ച് വൊക്കാബുലറി ഉപയോഗിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിടെ രണ്ടാമത്തെ വേർഡിലേക്ക് കിടക്കുകയാണ്. അത് റാഡിക്കൽ എന്നുള്ള വേർഡാണ്. റാഡിക്കൽ മീൻസ് റെവല്യൂഷണറി. വളരെ നവീനവും വ്യത്യസ്തവും ഒരുപക്ഷെ വിപ്ലവകരവുമായ ആശയങ്ങളെ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ റാഡിക്കൽ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് വിപ്ലവകരമായ ചിന്തകൾ, റാഡിക്കൽ തോട്ട്സ്. പിന്നെ ഒരു വളരെ വിപ്ലവകരമായ അല്ലെങ്കിൽ വളരെ വ്യതിയാനത്തോടു കൂടി സംഭവിപ്പിച്ച ഒരു കാര്യത്തെയാണ് റാഡിക്കൽ അപ്രോച്ച്. ഇറ്റ് വാസ് എ റാഡിക്കൽ ഇൻവെൻഷൻ. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു എണ്ണം ഇട്ടിരിക്കുന്ന ഒരു വ്യത്യസ്ത ചിന്താഗതിക്കാരനെ കുറിച്ച് പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഹിസ് റാഡിക്കൽ ഐഡിയാസ് അട്രാക്റ്റഡ് മെനി യങ് പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ ആ റാഡിക്കൽ ഐഡിയാസ് ഒരുപാട് യങ് പീപ്പിളിനെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു. അപ്പം റാഡിക്കൽ ഐഡിയാസ്, റാഡിക്കൽ തോട്ട്സ്, റാഡിക്കൽ സ്റ്റെപ്സ്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾക്ക് റാഡിക്കൽ സ്റ്റെപ്സ് എടുക്കാം. ഇൻ അഡ്മിനിസ്ട്രേഷൻ ഹി ടുക്ക് സം റാഡിക്കൽ സ്റ്റെപ്സ്. ഭരണത്തിൽ അദ്ദേഹം കുറേ നവീനവും വളരെ വ്യത്യസ്തവുമായ നടപടികൾ സ്വീകരിച്ചു. ഹി ടുക്ക് സം റാഡിക്കൽ സ്റ്റെപ്സ് ഇൻ ഹിസ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇനി നമുക്ക് നമ്പർ 3ലേക്ക് കിടക്കാം. നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ സെൻറ്റൻസും ഈ പ്രത്യേക ഓരോ സെലക്റ്റഡ് വേർഡുകൾ ഉപയോഗിക്കുമ്പോൾ കൊണ്ടുവരുന്ന ആ മാറ്റം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇതുപോലെ കുറേ വേർഡ്സ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് എ ഗുഡ് കമാൻഡ് ഓൺ ദം ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. നമ്പർ 3, അപ്പിയറൻറ്റ്. അപ്പിയറൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ എന്നാണ്, അല്ലെങ്കിൽ ക്ലിയർലി വിസിബിൾ ആയിട്ടുള്ള, ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാവുന്ന അല്ല മനസ്സിലാക്കാവുന്ന കാര്യം ഒരു അപ്പിയറൻറ്റ് മാറ്ററാണ്, ഒരു അപ്പിയറൻറ്റ് ഫാക്റ്റാണ്.
മനസ്സിലല്ലോ, അതിനാണ് അപ്പീരൻറ്റ്. ഓക്കെ, നമ്മുടെ പ്രൊണൗൺസിയേഷൻ കുറച്ച് ശ്രദ്ധിക്കണം. പലരും ഇപ്പോൾ അപ്പേരൻ്റ് എന്ന് പറയുന്ന അതല്ല, പ്രൊണൗൺസിയേഷൻ അപ്പീരൻറ്റ്. അങ്ങനെ നമ്മൾ അവിടെ ഒരു ആക്സെൻ്റ് ഇല്ലാതെ ഒരു ടേപ്പറിങ് ഉണ്ട്, അതെടുക്കാൻ പഠിക്കുക. അപ്പോൾ അപ്പേരൻറ്റ് മീൻസ് ക്ലിയർലി വിസിബിൾ ആണെന്ന് നമ്മൾ കണ്ടു. ഇനിയും ഉദാഹരണത്തിന് നമുക്കൊരു സെൻറ്റൻസ് അത് കൂട്ടിയെടുക്കാം. നമ്മളിപ്പം ന്യൂസ് പേപ്പറിലൊക്കെ ഒത്തിരി വായിക്കുന്നുണ്ട്, ഓരോരുത്തർ എന്തുകൊണ്ടാണ് നമുക്ക് തന്നെ മനസ്സിലാകുകയില്ല, വയലൻ്റ് ആകുന്നു, ആക്രമിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഒരു ബിയേർഡഡ് മനുഷ്യന് ഒരു കാര്യവുമില്ലാതെ പ്രത്യക്ഷത്തിൽ ഒറ്റനോട്ടത്തിലൊരു കാര്യം നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റിയല്ലാത്ത ഒരു രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുകയാണ്, മറ്റുള്ളവരെ വൂണ്ട് ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ സെൻറ്റൻസ്, The bearded man stabbed the people around for no apparent reason. For no apparent reason. ഒന്നുകൂടെ സെൻറ്റൻസ് പറയാം, എനിക്കിടയ്ക്ക് ഒരു ചെറിയ തടസ്സമുണ്ടായി. The bearded man stabbed the people for no apparent reason. അപ്പോൾ ഈ താടിക്കാരൻ പ്രത്യക്ഷത്തിൽ ഒരു കാരണവുമില്ലാതെ അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ സ്റ്റാബ് ചെയ്തു, കുത്തിയെന്നാണ് പറയുന്നത്. മനസ്സിലല്ലോ. അപ്പം എന്തെങ്കിലും വ്യക്തമാണെങ്കിൽ നമുക്ക് അത് അപ്പേരൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ അപ്പേരൻ്റാണ്, വളരെ വ്യക്തമാണ്. ഹിസ് ഐഡിയാസ് ആർ വെരി അപ്പേരൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വേർഡ് അപ്പേരൻറ്റ്. ഓൾറൈറ്റ്, ഇനിയും നമുക്ക് അടുത്ത വൊക്കാബുലറിയിലേക്ക് കിടക്കാം. ഓക്കെ, ഇറ്റ് ഈസ് പിവറ്റൽ. PIVOTL, പിവറ്റൽ. പലപ്പോഴും എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ടാണ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അങ്ങനെ ഒരു പോക്കെ മോസ്റ്റ് ഓഫ് 90% ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് പല ഗ്രൂപ്പുകളുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നവർ, അല്ലെങ്കിൽ നല്ല ക്വാളിഫിക്കേഷൻ നേടിയ അങ്ങനെയുള്ളവരൊക്കെ എൻജിനീയേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ ക്വാളിഫൈഡ് പേഴ്സൺസ് ഓർ MBAs ആൻഡ് സോ ഓൺ. എല്ലാവർക്കും പ്രൊനൗൺസിയേഷൻ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതോടെ കൂട്ടി പിവോറ്റൽ ആ വേർഡ് പറയാൻ കിട്ടുന്നവർ വളരെ ചുരുക്കമാണ്. എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വെരി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്ക് പറയാം. അതുകൂടാതെ അത് വളരെ പിവറ്റലാണെന്ന് നമുക്ക് പറയാം. അപ്പം പിവറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അത്യധികം പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നല്ല പറയേണ്ടത്, അത് മറിച്ച് ഇറ്റ് ഈസ് വെരി പിവറ്റൽ. ഇനി അതിനുള്ള നല്ല സെൻറ്റൻസ് കൂടെ ഞാൻ പറയാം. ഉദാഹരണം, ഹിസ്റ്ററി കൻ നോട്ട് ടീച്ച് സ്കിൽ സെറ്റ്സ് ദാറ്റ് ആർ പിവറ്റൽ ഫോർ ദ മോഡേൺ വേൾഡ്. History cannot teach skills that are pivotal for the modern world. ചരിത്രത്തിനെക്കുറിച്ചും സയൻസ് പഠിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഒരു സംസാരം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടക്കുകയാണ്, എസ്സേ എഴുതുകയാണ്. അപ്പോൾ അധികം സ്റ്റുഡൻസും സയൻസ് മാത്സ് ഗ്രൂപ്പിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആർഗ്യുമെൻറ്റിൽ അവർ പറയുന്നത് ഹിസ്റ്ററി സയൻസിൻ്റെയും അല്ലെ ടെക്നോളജി, എൻജിനീയറിങ് അതുപോലൊന്നും അത്രയും പ്രാധാന്യം ഉള്ള ഒരു വിഷയമല്ലാന്ന് ആർഗ്യൂ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് അത് പ്രധാനപ്പെട്ടതാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ചിലർ പറയും ഹിസ്റ്ററി മാത്സിൻ്റെ അത്രയും പ്രധാനപ്പെട്ടതല്ല, സയൻസ് ആൻഡ് ടെക്നോളജി അത്രയും പ്രധാനപ്പെട്ടതല്ല എന്ന് അവർ എഴുതാം, അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു പറയും, ഹിസ്റ്ററി കനോട്ട് ടീച്ച് സ്കിൽ സെറ്റ്സ് ദാറ്റ് ആർ പിവറ്റൽ ഫോർ ദിസ് മോഡേൺ വേൾഡ്. ഈ മോഡേൺ വേൾഡിന് വളരെ പ്രധാനപ്പെട്ടതായ സ്കിൽ സെറ്റ്സ് പഠിപ്പിക്കാൻ ഹിസ്റ്ററിയെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ, അതുപോലെ ഒരു കേസ് ജയിക്കണമെന്നുണ്ടെങ്കിൽ എവിഡൻസ് വേണം. അപ്പം എവിഡൻസ് ഈസ് പിവറ്റൽ ഫോർ വിന്നിങ് എ കേസ്. ഓക്കെ, അങ്ങനെ പല സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു സ്റ്റാർട്ടിങ് ആയിട്ട് ഞാൻ ഇട്ട് തന്നെന്നുള്ളൂ. ബാക്കി
പലതും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഗൂഗിളിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഗൂഗിളിൽ പോകുമ്പോൾ ചിലപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടല്ലാത്ത കോണ്ടെക്സ്റ്റിൽ വരും. അങ്ങനെ നമ്മുടെ ഗ്ലോബൽ ലിങ്ക്സിലെ സ്റ്റുഡൻസ്, പാലാ ഗ്ലോബൽ ലിങ്ക്സിൻ്റെ ഡയറക്ടറാണ് എന്നെ ജോസ് വെട്ടിക്കൽ. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല സ്റ്റുഡൻസും വൊക്കാബുലറി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ കയ്യിൽ എവിടുന്നേലും ചെയ്തെടുത്തിരിക്കുന്ന കോപ്പി അല്ല പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒരു 10,000 വേർഡ്സോ അല്ല 500 വേർഡ്സോ കാണും. അതെല്ലാം കാണാൻ പഠിച്ചാൽ പോലും ആ വേർഡ് ഉപയോഗിക്കുന്നത് ഒരു കറക്റ്റ് കോണ്ടെക്സ്റ്റിലാക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അന്നേരത്തെ അവർക്ക് മാർക്ക് കിട്ടുകയില്ല, മാർക്ക് നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. കൃത്യമായത് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ലൊക്കേഷനിൽ നല്ല കോണ്ടെക്സ്റ്റിൽ കൊടുക്കാൻ നമുക്ക് കഴിയണം. എന്നാലേ നിങ്ങൾക്ക് നല്ല വൊക്കാബുലറിയുടെ മാർക്ക് കൃത്യമായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ പിവറ്റൽ, വി ഹാവ് സ്റ്റഡിഡ് പിവറ്റൽ ആൻഡ് വി ഹാവ് seen that it is a word which says that something is very significant, something is very crucial, വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ പിവറ്റൽ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് കിടക്കാം. അടുത്ത വേർഡ് ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് കൾട്ടിവേറ്റ്. ഒറ്റ നോട്ടത്തിൽ എന്താണ് കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുക എന്നാണ്. പക്ഷേ അതിനൊരു ഫിഗറേറ്റീവ് മീനിങ് കൊണ്ടുവരാം. അന്നേരം കൾട്ടിവേറ്റ് അതിൻ്റെ ആക്സെൻറ്റ് എന്ന് കൊടുത്ത് എടുക്കണം. കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളർത്തിയെടുക്കുക എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ല, പലർക്കും വേർഡ് കിട്ടുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ തരികയാണെങ്കിൽ, ഒരു നല്ലൊരു മാതാവിന് അല്ലെങ്കിൽ ഒരു പിതാവിന് ആരുമായിക്കോട്ടെ, ഇവർ രണ്ടുപേരും കുട്ടികളുടെ ജീവിതത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ്, നമുക്കറിയാം. ഇപ്പോൾ ഒരാളുടെ പേരിപ്പം മദർന്നോ ഫാദർന്നോ അല്ലെ പേരൻസ് എന്നോ ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരുന്ന ഒരു നല്ല അമ്മയ്ക്ക് കുട്ടികളിൽ നല്ല വാല്യൂസ് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പലതും നമുക്ക് ഒരു നല്ല അധ്യാപകന് നല്ല ഗോൾസ് കുട്ടികളിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അത് ഞാൻ പറഞ്ഞ വളരെ സത്യമാണ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണത്. മറ്റു പലരും പറയുന്നത് കേട്ടില്ലെങ്കിലും ഒരു നല്ല അധ്യാപകന്, നല്ല അധ്യാപകൻ എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റ് നന്നായിട്ട് അറിയാവുന്ന ആൾ, അത് നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയുന്ന ആൾ, അതുപോലെ തന്നെ ക്ലാസ് മാനേജ്മെൻറ്റിൽ ഒരു വിദഗ്ധൻ കൂടെ ആയിരിക്കണം ഒരു നല്ല അധ്യാപകൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അധ്യാപകന് കുട്ടികളിൽ നല്ല മോറൽസ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, നല്ല ഗോൾസ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൾട്ടിവേറ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ തറവായി കഴിഞ്ഞു. അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ പറയാം. എ ഗുഡ് മദർ ക്യാൻ കൾട്ടിവേറ്റ് പോസിറ്റീവ് വാല്യൂസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ചിൽഡ്രൻ, അല്ലെങ്കിൽ ഇൻ ദ മൈൻഡ്സ് ഓഫ് ഹെർ ചിൽഡ്രൻ. അതുപോലെ എ ഗുഡ് ടീച്ചർ ക്യാൻ കൾട്ടിവേറ്റ് good goals in the minds of his students. Okay, that is it. അപ്പോൾ കൾട്ടിവേറ്റ് നമ്മൾ കുഴപ്പമില്ലാതെ ഡീൽ ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് എൻ്റെ ലിസ്റ്റിൽ ഉള്ളത് ട്രമെൻഡസ് എന്ന വാക്കാണ്. ട്രമെൻഡസ് എന്ന് പറഞ്ഞാൽ ഇനോർമസ് അല്ലെ ഹ്യൂജ്, വളരെയധികം. വെരി മച്ച് എന്നുള്ള ഓർഡിനറി വേർഡിന് പകരം ടൂ മച്ച് എന്നൊക്കെയുള്ള ഓർഡിനറി വേർഡിന് പകരം നമ്മൾക്ക് ഉപയോഗിക്കാവുന്നത് എന്താണ്? ട്രമെൻഡസ് എന്നുള്ള വേർഡാണ്. അതിൻ്റെ അർത്ഥം ഇനോർമസ് അഥവാ ഹ്യൂജ്. ഇപ്പം നാഷണൽ സെലിബ്രേഷൻസിനൊക്കെ എങ്ങനെയാണ്? വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. കാരണം അത് ഒരു രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നാഷണൽ സെലിബ്രേഷൻസ് ഹാവ് ട്രമെൻഡസ് സിഗ്നിഫിക്കൻസ് ബിക്കോസ് ദേ ഡിസ്പ്ലേ നാഷണൽ പ്രൈഡ് ആൻഡ് പ്രസ്റ്റീജ്. ഓക്കെ, ട്രമെൻഡസ്. അതുപോലെ എന്താണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കെന്താണ് അതിന് ട്രമെൻഡസ് ഇമ്പാക്ട്സ് ക്ലൈമറ്റ് ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ
ഹാസ് ട്രമെൻഡസ് ഇമ്പാക്ട്സ് ഓൺ ദ പ്ലാനറ്റ്. നമ്മുടെ ഭൂമി, ഓൺ ദ പ്ലാനറ്റ് നമ്മുടെ ഭൂമിയാണ്. നമ്മുടെ പ്ലാനറ്റിനെ വളരെയധികം അത്യധികമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ് പൊല്യൂഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ട്രമെൻഡസ് ഈസ് ഓൾമോസ്റ്റ് വെൽ ഡിസ്കസ്ഡ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയല്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അംഗീകരിക്കാം. ഓക്കെ, ഒരു സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം. ട്രമെൻഡസ് കൂട്ടി സം മോട്ടിവേറ്റേഴ്സ്. ഒക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന കാലമാണല്ലോ ഇന്ന്. മോട്ടിവേറ്റേഴ്സ് ധാരാളം പൊട്ടിമുളച്ച് കയറി വരുന്നു. അതിൽ ചിലരൊക്കെ നല്ല മിടുക്കരാണ്. അപ്പം ചിലരുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ റിട്രീറ്റുകളൊക്കെ നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്, അവിടെയൊക്കെ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ആൾക്കാരായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഒരു മോട്ടിവേഷൻ, ഈ അറ്റൻഡ് എ മോട്ടിവേഷണൽ ക്ലാസ് വിച്ച് ഹാഡ് എ ട്രമെൻഡസ് ഇമ്പാക്റ്റ് ഓൺ ഹിസ് ബിസിനസ് സക്സസ്. പുള്ളിയുടെ ബിസിനസ് സക്സസ്സിലേക്ക് ട്രമെൻഡസ് ഇമ്പാക്റ്റ് കൊടുത്തു. അങ്ങനെ ട്രമെൻഡസ് ഇമ്പാക്റ്റ് കൊടുത്ത ഒരു കാര്യമായിരുന്നു അത് എന്ന് നമുക്ക് പറയാം. അപ്പം ട്രമെൻഡസ് ഈസ് ഗുഡ്. ഒരു വലിയ കയ്യടി നടന്നു. ദർ വാസ് എ ട്രമെൻഡസ് അപ്ലോസ് ആഫ്റ്റർ ദ സ്പീച്ച്. പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു അപ്ലോസ് നടന്നു. അപ്പോൾ ട്രമെൻഡസ് ഈസ് ഓക്കെ, ഐ ഹോപ്പ്. ഓൾ റൈറ്റ്, അടുത്ത വേർഡ് നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ ഏതാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കിക്കോട്ടെ. അടുത്ത വേർഡ് കൺസ്റ്റിറ്റ്യുവൻസ് എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യുവൻസ്, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ഒന്ന് ഗൂഗിൾ ചെയ്തുകൊള്ളുക. കോൺസ്റ്റിറ്റ്യുവൻസ് വളരെ ശ്രദ്ധിച്ച് പ്രൊണൗൺസിയേഷൻ കണ്ടുപിടിക്കേണ്ടതാണ്. മലയാളം പറയുന്നത് കൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കോൺസ്റ്റിറ്റ്യുവൻസ്. അപ്പോൾ കൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗങ്ങളാണ്. നമ്മൾ പറയുകയാണെങ്കിൽ പാർട്സ് എന്നൊരു വേർഡേ കിട്ടുള്ളൂ. നമുക്ക് കൺസ്റ്റിറ്റ്യുവൻസ് അഥവാ കമ്പോണൻസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി പറയുകയാണ്, ഞാൻ എൻ്റെ എസ്സേയിൽ ഈ ആർഗ്യുമെൻറ്റിൻ്റെ കൺസ്റ്റിറ്റ്യുവൻസ് പരിശോധിക്കാൻ പോവുകയാണ് എന്ന് വേണേൽ പറയാം. ആർഗ്യുമെൻസിൻ്റെ ഭാഗങ്ങൾ, ഘടകങ്ങൾ. In my following essay, I want to examine the constituents of this question, of this essay. അല്ലെങ്കിൽ the constituents of the മെയിൻ ആർഗ്യുമെൻറ്റ്. അപ്പം ഘടകങ്ങൾ, ആർഗ്യുമെൻ്റ് ഘടകങ്ങൾ എന്തെല്ലാമാണ് ഒന്ന് പരിശോധിക്കാം. കൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മൈ ആർഗ്യുമെൻ്റ് എന്ന് വേണം പറയാം. എൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ്, അതിൻ്റെ ഘടകങ്ങൾ ഞാൻ പരിശോധിക്കാൻ പോവുകയാണ്. ഇങ്ങനെ എഴുതുന്നു, കൺസ്റ്റിറ്റ്യുവൻസ്. ഓക്കെ, അത് നല്ലൊരു വേർഡാണ്. ഇനിയും മറ്റൊരെണ്ണത്തിലേക്ക് നമുക്ക് കടക്കാം. ഇൻകൺസിഡറേറ്റ്. ദിസ് മീൻസ് കൺസിഡറേറ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഒരു പരിഗണന കൊടുക്കുക, അനുഭാവം ഉണ്ടാവുക, എമ്പതൈസ് ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യത്തിനാണ് എന്തുപയോഗിക്കുന്നത്, ഇൻകൺസിഡറേറ്റ്. ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്ന നമ്മുടെ ക്ലാസ്സസ് ഇൻ ദ സൊസൈറ്റി. അപ്പർ ക്ലാസ്, അഫ്ലുവൻ്റ് ഉണ്ട്, മിഡിൽ ക്ലാസ് ഉണ്ട്, അങ്ങനെ പൂവർ, കുറച്ച് ബാക്ക്വേർഡ് അല്ല മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സൊസൈറ്റിയാണല്ലോ ലോകത്ത് എല്ലായിടത്തും ഉള്ളത്. അല്ലാതെ എല്ലായിടത്തും ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ഇതുവരെയും ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസമോ ഒക്കെ വന്നാലും എന്ത് വന്നാലും ദേ ഹാവ് ഫീൽഡ് ടു ക്രിയേറ്റ് ആൻ ഇഗാലിറ്റേറിയൻ സൊസൈറ്റി. അപ്പം എല്ലായിടത്തും എന്താണ്, ഈ ക്ലാസ് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പണമുള്ളവർ, അതിൽ കുറച്ചുകൂടെ കുറഞ്ഞ ലെവലിൽ പണമുള്ളവർ, പിന്നെ അഫ്ലുവൻ്റ് ആയിട്ടുള്ളവർ, നമ്മൾ സൂപ്പർ റിച്ച് അല്ല, പിന്നെ മിഡിൽ ക്ലാസ്, അതിൽ കുറഞ്ഞവർ, പിന്നെ വെരി പുവർ അല്ലെങ്കിൽ വെരി ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ചിലപ്പം തോന്നും, ചിലരുടെ പെരുമാറ്റമൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർ ഇൻകൺസിഡറേറ്റ് ആണ് എന്ന് നമുക്ക് തോന്നും. അത് ഇപ്പം super rich are often inconsiderate towards the poor people. അതായത് ആഡംബരവും
പണമൊക്കെ ഉള്ളവരെ പലപ്പോഴും പാവപ്പെട്ടവരുടെ അവരുടെ അനുഭവമുള്ളവരല്ല. ഇനി അത് പാവപ്പെട്ടവരിലും അങ്ങനെയുള്ളതുണ്ട്. ദേ ആർ ഇൻകൺസിഡറേറ്റ് ടു അതേഴ്സ്. അത് പറയാം, അവർ മറ്റുള്ളവരോട് ഇൻകൺസിഡറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വേർഡ്. Is it good to be inconsiderate? Think of it. Or can you be considerate to other people? What is better, you think? So we have seen two words in place of one. Inconsiderate, the opposite is considerate. Considerate, the opposite is inconsiderate. ഇൻകൺസിഡറേറ്റ് ആവുക ഒരു നെഗറ്റീവ് ടെൻഡൻസി ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത വേർഡ് റിട്രീവ്. റിട്രീവ്, ടു ഗെറ്റ് ബാക്കിന് പകരം നമുക്ക് റിട്രീവ് കൊടുക്കാം. നല്ല വേർഡാണ്, നല്ല പഞ്ച് കിട്ടും സെൻറ്റൻസിന്. അപ്പോൾ എന്തെങ്കിലും തിരികെ എടുത്തു. The cyber security force retrieved very crucial data from the computer. എന്താണ്? The cyber security force retrieved very crucial data from the computer. നമുക്കറിയാം, ഇപ്പോൾ എല്ലാത്തിനും സൈബർ സെക്യൂരിറ്റിക്ക് തന്നെയായിട്ടൊരു സേനാവിഭാഗമുണ്ട്. അവർ എക്സ്പേർട്സാണ്. അവർക്ക് കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഏതും ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞാൽ പോലും റിട്രീവ് ചെയ്തെടുക്കാൻ കഴിവുണ്ട്. തിരിച്ചെടുക്കുക എന്നുള്ള അർത്ഥമാണ് റിട്രീവ് ചെയ്യുക. ഓക്കെ, സം ഡോഗ്സ് ആർ വെരി ഗുഡ് അറ്റ് റിട്രീവിങ് സർട്ടൻ ലോസ്റ്റ് ഒബ്ജക്ട്സ്. നഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ട് തിരിച്ച് കണ്ടെടുത്ത് കൊണ്ടുവരാൻ ചില നായ്ക്കളെ കൊണ്ട് റിട്രീവ് ചെയ്യാൻ പറ്റും. അവയെ റിട്രീവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇനിയും റിട്രീവ് നമ്മൾ കണ്ടു. ഇനിയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ റിട്രീവ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഹി വാസ് ഏബിൾ ടു റിട്രീവ് സം ഓഫ് ഹിസ് ഡോക്യുമെൻറ്റ്സ് ഫ്രം ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നിന്ന് കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റിട്രീവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. സോ റിട്രീവ് ഈസ് എ ഗുഡ് വേർഡ്. അപ്പോൾ റിട്രീവിൻ്റെ യൂസേജ് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. പലയിടത്തും നമുക്ക് ഉപയോഗിക്കാം. യു നീഡ് ടു ഹാവ് സം തോട്ട് ഓൾസോ. ആദ്യം ഈ തന്ന എക്സാമ്പിൾസ് നല്ലപോലെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റ് സ്വന്തം സെൻറ്റൻസുകളിൽ ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് വരും. ഓക്കെ, ടുഡേ മൈ ലാസ്റ്റ് വേർഡ് ഈസ് ഇൻജെന്യുവിറ്റി. INGENUITY. ഇൻജെന്യുവിറ്റി. ഇതിൻ്റെ അർത്ഥം ക്രിയേറ്റിവിറ്റി എന്നാണ്, അല്ലെങ്കിൽ ഇൻവെൻറ്റീവ്നെസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സർഗാത്മകത എന്നാണ് എൻ്റെ അർത്ഥം. എന്തെങ്കിലും സൃഷ്ടിച്ചെടുക്കാനുള്ള, ഇൻവെൻറ്റ് ചെയ്തെടുക്കാനുള്ള. അത് കവികളിലുണ്ട്, എഴുത്തുകാരിലുണ്ട്, എൻജിനീയേഴ്സിലുണ്ട്, പെയിൻറ്റേഴ്സിൽ, എല്ലാവരിലും. പക്ഷെ ചിലർ അത് വളരെ കൂടുതലാണ്. മനസ്സിലല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻജെന്യുവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ദ ന്യൂ എക്സാമ്പിളായിട്ട് ഞാൻ തരുന്ന സെൻറ്റൻസ് ദ ന്യൂ മാനേജർ ഷോഡ് ഗ്രേറ്റ് ഇൻജെന്യുവിറ്റി ഇൻ making the company profitable. The new manager showed great ingenuity in making the company profitable. അപ്പോൾ പുതിയ മാനേജർ വന്നു. പുള്ളി വളരെ ഇൻജെന്യുവിറ്റി, സർഗാത്മകത, സൃഷ്ടിപരമായ പ്രയോജനം കിട്ടുന്ന തരത്തിൽ മൂവ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഇൻജെന്യുവിറ്റി. മനസ്സിലല്ലോ. അപ്പോൾ ആ മാനേജർക്ക് ആ കഴിവുണ്ടായിരുന്നു. അദ്ദേഹം പ്രോഫിറ്റിലാക്കിയ കമ്പനിയെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഇൻജെന്യുവിറ്റി, ഇതോ ഏൻഷ്യൻ പീപ്പിൾ ഷോഡ് ഇൻജെന്യുവിറ്റി ഇൻ ഹണ്ടിങ്, ഇൻ കേവ് പെയിൻറ്റിങ് ആൻഡ് സോ ഓൺ. ഇന്ന് നമുക്കൊന്നും അറിയത്തില്ല എങ്ങനെയാണ് ആ കേവ് പെയിൻറ്റിംഗ് ഒക്കെ നടന്നതെന്ന്. അത് ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ദെയർ ഇൻജെന്യുവിറ്റി. ആ ഏൻഷ്യൻ്റെ ആൾക്കാരുടെ, നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ
ജീവിതകാലത്തുണ്ടായ ആ, സൃഷ്ടികളാണ് കേവ് പെയിൻറ്റിങ്സ്. അപ്പോൾ ആ കേവ് പെയിൻറ്റിങ്സൊക്കെ നോക്കുമ്പോൾ അതെന്ത് കളർ കൊണ്ടാണ്, ഇന്നത്തെ പോലെ വലിയ മോഡേൺ കെമിക്കൽ പെയിൻറ്റിങ്സ് ഒന്നുമല്ല അവർ ഉപയോഗിച്ചത്. അപ്പം ആ പെയിൻറ്റിങ് മെറ്റീരിയലിൽ ഇൻജെന്യൂറ്റി ഉണ്ട്, അതിൻ്റെ അപ്രോച്ചിൽ ഇൻജെന്യൂറ്റി ഉണ്ട്. അപ്പോൾ നമുക്കത് കേവ് പെയിൻറ്റിങ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻജെന്യൂറ്റി ഓഫ് ദ ഏൻഷ്യൻ പീപ്പിൾ. ഓക്കെ, ഇതാണ് ഇൻജെന്യൂറ്റി. ദെൻ സോ മെനി പീപ്പിൾ, some leaders show, some scientists show ingenuity. The new ISRO chairman shows great ingenuity in his professional field. പുതിയ ISRO ചെയർമാൻ ഭയങ്കര ഇൻജെന്യൂറ്റിയാണ് കാണിക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ആരും ആയിക്കോട്ടെ, ഓർ ഇറ്റ് ഈസ് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മറ്റൊരാളെക്കുറിച്ച് പറയാം. ISRO ചെയർമാനെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹം വന്നപ്പോൾ തൊട്ട് വളരെ ഇൻജെന്യൂറ്റി കാണിക്കുന്നുണ്ട്. വളരെ എന്താണ് ആ സർഗാത്മകത കാണിച്ച്, ആ സർഗാത്മകത ഉണ്ടാകുമ്പോൾ വളർച്ചയാണ്, പ്രോഗ്രസ്. ആൻഡ് വാട്ട് എവർ ഫീൽഡ് ഹീസ് ഹാൻഡ്ലിങ് വിൽ ഫ്ലറിഷ്. ഓക്കെ, അതാണ് ഇൻജെന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.